കാരണം നിങ്ങളെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം. അതിന് നിങ്ങളിങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. എന്താണോ സംഭവിച്ചത് ആ സംഭവിച്ചു. നമുക്കിനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള വണ്ടികൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിത് ഒരുപാട് ഉപകരിക്കും. ഒന്ന്, ആക്സെപ്റ്റ് വാട്ട് ഹാപ്പൻ. എന്താണോ സംഭവിച്ചത് അതങ്ങ് ആക്സെപ്റ്റ് ചെയ്യൂ. വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രത്യേകിച്ച് അതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഭയങ്കര ഭാരമാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ, ചുമ്മാ BP അപ്പാവുന്നത്, അസുഖം വരുന്നത്, വല്ലാത്ത ആരോഗ്യത്തിലേക്ക് പോകുന്നത്, മാനസിക നിലവാരം ആകെ പോകുന്നത്, വന്ന് ഡിപ്രൂവ് ആവുകയെ. ആ കഴിഞ്ഞതങ്ങ് കഴിഞ്ഞു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യൂ. ഇത് സംഭവിച്ചു, അത് കഴിഞ്ഞു. നമുക്കത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. രണ്ടാമത്തത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ ഇങ്ങനെ ബ്ലെയിം ചെയ്യരുത്. ഇതെൻ്റെ തെറ്റാണ്, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, എൻ്റെ പ്രശ്നമാണ്, ഞാൻ നന്നാവില്ല. നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തരുത്. എന്തിനു കുറ്റപ്പെടുത്തണം? മനുഷ്യ സഹജമായ വീഴ്ചകളെ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. സ്വാഭാവികമായി നിങ്ങൾക്കുണ്ടാകുന്നത് എല്ലാ മനുഷ്യനും സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതേ നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. അതങ്ങനെ അങ്ങ് മനസ്സിലാക്കൂ. അത്രേ ഉള്ളൂ, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മൂന്നാമത്തത്, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഇത് ചെറിയ സ്റ്റെപ്പ് വെക്കണ്ടേ? ഇപ്പം ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് അങ്ങ് വെക്കൂ. പിള്ളേരെ, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ടങ്ങ് വെക്കൂ. ഒരു ചെറിയ സ്റ്റെപ്പ് മതി.